ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് എന്നെപ്പോലെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലാക്സ് സീഡിൻ്റെ ചട്നിയെക്കുറിച്ച്. അപ്പോൾ ഫ്ലാക്സ് സീഡിൻ്റെ ചട്നിയും അത് നമ്മുടെ വെയിറ്റ് കുറയുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. അതേപോലെ മറ്റ് കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. ഇതിനൊപ്പം തന്നെ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ വീഡിയോയുടെ ഡ്രിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. വെയിറ്റ് കൂടിയിരിക്കുന്നത് ഒരു തരത്തിലും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, BP, ഷുഗർ, കൊളസ്ട്രോള്, മുട്ടുവേദന ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ട് വെയിറ്റ് കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ചിയാ സീഡ്സ്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ കാണുന്നതാണ്. ചിയാ സീഡ്സ് കുതിർത്ത് നമ്മളൊരു ഡ്രിങ്ക് പോലെ കഴിക്കുന്നത്. ഞാനിവിടെ എന്നും രാവിലെ തന്നെ ചിയാ സീഡ്സിന് കുതിർത്തിടും. ഇതൊരിക്കലും വെറും വയറ്റിൽ കഴിക്കരുത്. നമ്മൾ പല ചാനലിലും ഞാനും ചാനലിലെല്ലാം ഫോളോ ചെയ്യുന്നതാണ്. ചിയാ സീഡ് പലതിലും പറയുന്നുണ്ട് വെറും വയറ്റിൽ നാരങ്ങയായിട്ട് കുടിക്കുന്നത്. പക്ഷേ എനിക്കിത് വളരെയായിട്ട് വയറിന് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി, ബ്ലോട്ടിങ്, വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ തിരഞ്ഞെടുത്തൊരു സമയമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ നോർമലായിട്ട് കഴിക്കുക. അതിനുശേഷം ഒരു സമയം നമ്മൾ ലഞ്ചിന് മുമ്പുള്ള ഒരു സമയം, ഒരു 11 മണി 11:30 ആ ഒരു സമയത്ത് ഒരു അരമുറി നാരങ്ങയുടെ നീരും ഇതുപോലെ ഒരല്പം ഹണിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് വീണ്ടും നമുക്കൊരു ഫുൾ ഗ്ലാസ് നിറയെ വെള്ളമാക്കി ഇത് കുടിക്കാവുന്നതാണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഒരുപാട് നേരം നമ്മുടെ വയറ് ഫുള്ളായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് വളരെ ലൈറ്റായിട്ട് എടുക്കാനേ തോന്നത്തുള്ളൂ. അതുമാത്രമല്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഏറെ നേരം നമുക്ക് വിശക്കാതിരിക്കും. ഇടയ്ക്ക് നമ്മൾ കുറിക്കുന്ന ബിസ്ക്കറ്റ്, സ്നാക്സ് അങ്ങനെയുള്ള ഒന്നും കഴിക്കാനുള്ള ഒരു വയറിന് തോന്നത്തില്ല. വയറ് നല്ല ഫുള്ളായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ ഇതൊരിക്കലും രാവിലെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. രാവിലെ ഞാൻ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് മോർണിംഗ് ഡ്രിങ്കായിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക്, അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം ചായ, കോഫി, മധുര പലഹാരങ്ങൾ, പഞ്ചസാര ചേർത്തിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണോ, ദോശയാണോ, ഇഡ്ഡലിയാണോ, ഇടിയപ്പമാണോ അത് നമ്മൾ കഴിക്കുന്ന ഒരു രീതിയിൽ കുറച്ച് കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ് ഇതുപോലെ 2 റൊട്ടിയാണ്. അതായത് ചപ്പാത്തി എണ്ണയൊന്നുമില്ലാതെ ഇതുപോലെ ഡയറക്റ്റ് തവയിൽ നിന്ന് തീയിലേക്കിട്ട് ഇതുപോലെ പൊള്ളിച്ചെടുത്തിട്ടുള്ള ചപ്പാത്തി 2. ഇതിന് റൊട്ടി എന്നാണ് പറയുന്നത്. ഇത് വളരെ സോഫ്റ്റാണ്. ഇതിനകത്തേക്ക് ഞാൻ നെയ്യോ എണ്ണയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതാണ് ലഞ്ച്. അത് ഒരു 1 മണി 1:30 മണിക്ക് മുമ്പേ തന്നെ കഴിച്ചിരിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8:30ക്ക് മുമ്പായിട്ട് കഴിച്ചിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് സീസണലായിട്ടുള്ള ഫ്രൂട്ട്, ഞാനിവിടെ കഴിക്കുന്ന റോബസ്റ്റ പഴമാണ്, വേണമെങ്കിൽ ഒരെണ്ണം കഴിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും സൗന്ദര്യവും എല്ലാം നോക്കണം. ഒരു 6 മുതൽ 8 ബദാം വരെ കഴിക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ 4 മണിക്ക് ഒരു കോഫിയോ ചായയോ നിർബന്ധമാണെങ്കിൽ ഒരല്പം മധുരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇനിയാണ് നമ്മുടെ ആരും പറയാത്ത ടെക്നിക്ക് എന്ന് പറഞ്ഞ ടെക്നിക്ക്. അതായത് രാത്രി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം ഒട്ടും തന്നെ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് 2 ഗുണം. രണ്ടാമത്തെ ഗുണമെന്ന് വെച്ചാൽ BP ഹൈ ആയിട്ടുള്ളവർക്ക് ഇത് ലോ ആക്കാൻ വളരെ സഹായകമാണ്. രാവിലെയും ഉച്ചയ്ക്കുമുള്ള നമ്മുടെ ആഹാരം നമ്മൾ നോർമലായിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, ഉപ്പ് ചേർത്തിട്ട്. രാത്രി ഒരു നേരം ഉപ്പ് ഇല്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത്രയേറെ ഗുണങ്ങൾ കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ അതൊന്ന് പരീക്ഷിക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പം നമ്മൾ രാത്രി പ്രത്യേകിച്ച് ഫുഡ് കഴിക്കുന്നപ്പോൾ ഉപ്പില്ലാതെ ഫുഡ് കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് നേരത്തെ കാണിച്ചിട്ടുള്ള ദലിയ, അതായത് നമ്മുടെ നുറുക്ക് ഗോതമ്പ്, അതിനകത്തേക്ക് ഒരല്പം വെള്ളം ഉപയോഗിച്ച് ഒരല്പം നേരം കുതിർത്ത് വെച്ചേക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണുകളും മതിയാവും. അതിനുശേഷം 2 3 കുറച്ച് അണ്ടിപ്പരിപ്പ് മുറിച്ചിട്ടേക്കുക. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിടുക. ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി അതുപോലെ പിന്നെ ചേർത്ത് ജീരകപ്പൊടിയുമാണ്. ഇത്രയും ഇട്ട് ഒരല്പം നെയ്യ് കഴിച്ചാൽ തടി കൂടുമെന്ന് പലരും തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ നെയ്യ് കഴിച്ചാൽ തടി കൂടില്ല. ഒരല്പം നെയ്യ് കഴിക്കുന്നത് വെയിറ്റ് ലോസിന് വളരെ നല്ലത് തന്നെയാണ്.
ഇത്രയും സാധനങ്ങളിട്ട്. അപ്പോൾ ഉപ്പിൻ്റെ ഇല്ലാത്ത ഒരു ടേസ്റ്റ് നമ്മൾ ഇത്രയും സാധനങ്ങൾ, അണ്ടിപ്പരിപ്പൊക്കെ ഇടയ്ക്കൊന്ന് കഴിക്കുക, അതുപോലെ ക്യാരറ്റിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പം ഉപ്പിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയുന്നതേ ഇല്ല. വളരെ ഞാനിപ്പം കുറച്ച് ലൂസായിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി കുറച്ച് കട്ടിയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കണ്ട. അതിനുശേഷം ഒരു 1-2 വിസിൽ കുക്കറിൽ അടിച്ചതിന് ശേഷം നോർമലായിട്ട് കൂളായിട്ട് വേവാൻ അനുവദിക്കുക. അതിനുശേഷം ഇത് കഴിക്കാവുന്നതാണ്. ഇത് കുടിക്കുന്നത് ഒരു 7 മണിക്ക് മുമ്പ് കഴിച്ചു തീർക്കുക. പിന്നെ അത് നിർബന്ധമില്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാനൊരു ചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓട്സാണ്. ഓട്സ് 2 ടേബിൾ സ്പൂൺ അളവുള്ള ഓട്സ് എടുത്തിട്ട് നല്ല നികക്കെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കും. ഇതിനകത്തേക്ക് പാലോ പഞ്ചസാരയോ ഉപ്പോ ഒന്നും ചേർക്കത്തില്ല. നമ്മൾ ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്നൊരു ടേസ്റ്റായിരിക്കും. ഇതും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ രാത്രി ഭക്ഷണം ഉപ്പ് കഴിക്കുന്നില്ല, ഉപ്പ് കഴിക്കണ്ട എന്ന് പറഞ്ഞ് നിറയെ മധുര പലഹാരങ്ങൾ കഴിക്കാമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഉപ്പില്ലാതെ കഴിക്കുക. ഇത് ഒരു നാട്ടുവൈദ്യൻ പറഞ്ഞു തന്ന ടെക്നിക്കാണ്, ഉപ്പില്ലാത്ത രാത്രി ഭക്ഷണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്നത് ആദ്യം മുതൽ രാവിലെ മുതൽ തന്നെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചിയാ സീഡ് കഴിക്കുന്നത് കൊണ്ട്, ചിയാ സീഡ് നേരത്തെ കുതിർത്ത് നമ്മൾ നാരങ്ങ വെള്ളവുമായിട്ട് കുടിച്ചിട്ടുണ്ട്. അപ്പം ചിയാ സീഡ് കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, നിറയെ വെള്ളം കുടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വെയിറ്റ് ലോസ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ വയറ് നിറഞ്ഞിട്ടുള്ള ഫീൽ ഉണ്ടാവുകയുള്ളൂ. ഇത് പലരും പറഞ്ഞു തരാറില്ല. പക്ഷേ ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്ത് ഒരു നേരം കുടിക്കുന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷേ നിറച്ച് വെള്ളം കുടിക്കണം, എങ്കിൽ മാത്രമേ അത് നമ്മുടെ ഉള്ളിൽ ചിയാ സീഡ് ഇങ്ങനെ കുതിർന്ന് കിടക്കത്തുള്ളൂ. ഇനി ഞാൻ ഈ കാണിക്കുന്നത് നേരത്തെ പറഞ്ഞ ചമ്മന്തിയാണ്. ഇത് നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ബീഹാർ, ബംഗാൾ ഈ സൈഡിലൊക്കെ മിക്ക കടകളിലും കിട്ടുന്ന അരി, പയറ് ഒക്കെ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നൊരു സാധനമാണ് ഫ്ലാക്സ് സീഡ്. പക്ഷേ ഇവിടെയൊക്കെ മിക്ക കടകളിലും നിറയെ കാണുന്നൊരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ ഞാനിതിന് ഇത്രയധികം യൂസ് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനൊരു ചട്നിയുടെ കാര്യം അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു കപ്പ് അളവിലുള്ള ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഉഴുന്ന്, നമ്മൾ ഇഡലിക്ക് ദോശയ്ക്കൊക്കെ എടുക്കുന്ന ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അത് എടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വരും. അത് വേണ്ട എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, അതിൻ്റെ തൊലിയൊക്കെ മാറ്റി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത്രയും സാധനങ്ങൾ മൂത്ത് കഴിഞ്ഞ് തീയൊന്ന് ഓഫാക്കിയതിന് ശേഷം ഒരല്പം പുളി, നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കാം. അതുപോലെ ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ചൂടിൽ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം ഇതിനെ ഒന്ന് തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ചമ്മന്തി പൊടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുക്കുക. ഇനി ചൂടൊക്കെ മാറി നന്നായിട്ടൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലൊട്ട് വെള്ളമില്ലാത്ത ചെറിയ ചട്നി ജാറിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ല ചമ്മന്തിപ്പൊടി, നമ്മുടെ നാട്ടിൽ നമ്മൾ തേങ്ങ വറുത്ത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന അതേപോലെ ഇരിക്കും കണ്ടാൽ. അതുപോലത്തെ ടേസ്റ്റ് അല്ല, തേങ്ങയുടെ ടേസ്റ്റും ഫ്ലാക്സ് സീഡിൻ്റെ ടേസ്റ്റും വ്യത്യാസമാണ്. പക്ഷെ അതുപോലെ തന്നെ കണ്ടാലിരിക്കും. ഇത് നമുക്ക് ഉച്ചയ്ക്കൊക്കെ മറ്റ് കറിയുടെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് 1 സ്പൂണെങ്കിലും ഈ ഒരളവിൽ നമുക്ക് ഉച്ചക്കത്തെ ഫുഡിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മുടിയുടെ വളർച്ചയ്ക്ക് ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് നല്ലതാണ്. വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. ആരോഗ്യത്തിന് നല്ലതാണ്. മുഖത്തിൻ്റെ സൗന്ദര്യത്തിന് നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഫ്ലാക്സ് സീഡ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു ചട്നി ആയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കും. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരാഴ്ചയെങ്കിലും ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾക്കുണ്ടായ വ്യത്യാസങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ആ കമൻറ്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കാൻ വിട്ടുപോകരുത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.